വൈശാലി ഭാഗം 31. വിഷ്ണു കുളിച്ചു കഴിഞ്ഞിറങ്ങിയതും ഡ്രസ്സൊക്കെ ആയിട്ട് വൈശാലി കുളിക്കാൻ കയറി. ഇരുവരും താഴേക്കിറങ്ങി വരുമ്പോഴും മുത്തശ്ശി നല്ല രീതിയിൽ ഉറക്കം തന്നെയാണ്. അടുക്കളയിലേക്ക് പോയി ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ചൂടാക്കുന്ന തിരക്കിലായിരുന്നു വൈശാലി. വിഷ്ണു മുത്തശ്ശിയുടെ മുറി വരെ ഒന്ന് പോയി നോക്കി. ആള് നല്ല ഉറക്കമാണ്. ശല്യം ചെയ്യാതെ വിഷ്ണു തിരികെ അടുക്കളയിലേക്ക് നടന്നു. തിരിഞ്ഞു നിന്നിരുന്ന വൈശാലിയുടെ പിന്നിലൂടെ പതുക്കെ ചെന്ന് പുണർന്നു. നിന്നിടത്തു നിന്ന് ഒന്ന് ഉയർന്നു പോയി വൈശാലി. പേടിച്ചില്ല, പക്ഷേ ഒരു കുളിര്. കുളിച്ചു കഴിഞ്ഞ് നനഞ്ഞ് തണുത്തിരിക്കുന്ന ശരീരത്തിലേക്ക് അവൻ്റെ ഇളം ചൂടുള്ള ശരീരം അമർന്നു നിന്നപ്പോൾ ഉണ്ടായൊരു ഫീല്. വിഷ്ണു അവളുടെ ഷാംപൂവിൻ്റെ മണം നിറഞ്ഞു നിൽക്കുന്ന മുടിയിലേക്ക് മുഖം അമർത്തി. വിഷ്ണു, വേഷം കെട്ടല്ലേ, നീങ്ങി നിന്നേ, തീയാണ്. വൈശാലി അവനെ ശകാരിച്ചു. വിഷ്ണു അവളെ ചുറ്റിപ്പിടിച്ച് അടങ്ങി നിന്നു. നീ എന്നെ കുഞ്ഞുകുട്ടിയെ പോലെയാണല്ലോ പിണങ്ങുന്നത്, വിഷ്ണു പരിഭവിച്ചു. അടുപ്പിലെ തീ ഓഫ് ചെയ്ത് വൈശാലി അവന് നേരെ തിരിഞ്ഞു. അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു. സാരിക്കിടയിലൂടെ അവളുടെ നഗ്നമായ വയറിൽ അവൻ്റെ കൈകൾ ഒന്ന് ഇഴഞ്ഞു നീങ്ങി. നീ കുഞ്ഞല്ലേ, നിനക്കൊന്നും അറിയില്ല. വൈശാലി അവൻ്റെ മൂക്കിൻ തുമ്പിൽ പിടിച്ചു വലിച്ചു. വിഷ്ണു അത് കേട്ടതും അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ആര് പറഞ്ഞു ഞാൻ കുഞ്ഞാണെന്ന്? അവൻ്റെ പരിഭവം നിറഞ്ഞ ശബ്ദം. അങ്ങനെയാണല്ലോ, നിനക്ക് ഭയങ്കര നിഷ്കളങ്കതയാണ്, കുഞ്ഞിനെ പോലെ. വൈശാലിയുടെ കൈകൾ അവൻ്റെ കവിളിനെ തഴുകി. അവൻ ആ കൈ പിടിച്ചെടുത്ത് അതിൽ ഉമ്മ വെച്ചു. വൈശാലി ഒന്ന് കുളിർന്നു പോയി. എനിക്ക് നിഷ്കളങ്കതയാണോ? ശരിക്കും കുഞ്ഞിനെ പോലെയാണോ ഞാൻ? വിഷ്ണു അവൻ്റെ മുഖം അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചു. സത്യം പറയാം, ഇപ്പോഴും നീ ക്യൂട്ടാണ്. വൈശാലി അവൻ്റെ കവിളിൽ കുത്തി. അവൻ്റെ മുഖഭാവം കണ്ട് അവൾക്ക് ചിരി വന്നു. അവൾ പൊട്ടിച്ചിരിച്ചുപോയി. വിഷ്ണു അവളുടെ കവിളിൽ അത് കണ്ടതും നേർമയായി ഒന്ന് കടിച്ചു. വൈശാലി ശബ്ദമുണ്ടാക്കി. വിഷ്ണു അത് കേട്ടതും അവളെ കള്ളച്ചിരിയോടെ നോക്കി. രാത്രി നമുക്കൊന്ന് കാണാം. നിന്റെ വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ ഞാനൊന്ന് കാണുന്നുണ്ട്. അവളിൽ നിന്ന് അടർന്നു മാറി അവൻ മുണ്ടെടുത്ത് മടക്കി കുത്തി. വൈശാലി തിരിഞ്ഞു നിന്ന് കളഞ്ഞു. അല്ലെങ്കിൽ ഇനി വായിൽ നിന്ന് എന്തൊക്കെയാണ് വരുന്നതെന്ന് പറയാനാവില്ല. വൈശു, മുത്തശ്ശി അവളെ വിളിച്ചു. വിഷ്ണു മുത്തശ്ശിയുടെ വിളി കേട്ടതും അങ്ങോട്ടേക്ക് നടന്നു. അവൻ്റെ പിന്നാലെ തന്നെ വൈശാലിയും അടുക്കളയിൽ നിന്നിറങ്ങി. നിങ്ങൾക്ക് കുറച്ച് സമയമൊന്നും കിടക്കായിരുന്നില്ല പിള്ളേരെ? രണ്ടുപേരെയും കണ്ടതും രണ്ടുപേരോടുമായി മുത്തശ്ശി ചോദിച്ചു. ഞങ്ങൾ ഉറക്കായിരുന്നു മുത്തശ്ശി, ഇപ്പോൾ ഉണർന്നതേ ഉള്ളൂ. വിഷ്ണു സോഫയിൽ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് പറഞ്ഞു. 3 പേരും ചേർന്നിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ കല്യാണത്തിന് കിട്ടിയ ഗിഫ്റ്റൊക്കെ ഒന്ന് പൊട്ടിച്ചു നോക്കി. അവരുടെ കൂടെ മുത്തശ്ശിയും കൂടി. വൈകുന്നേരം ആയപ്പോൾ വിഷ്ണുവും വൈശാലിയും ചേർന്ന് ഒന്ന് വൈശാലിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, മുറ്റം ഒന്ന് അടിച്ചു വാരണം, കൂടെ വീടും ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇടണം. വീട്ടിലേക്ക് കയറി. വിവാഹമായിരുന്നിട്ട് കൂടെ അവൾ വീടെല്ലാം നല്ല രീതിയിൽ അടുക്കും ചിട്ടയിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. എല്ലാം നല്ല വൃത്തിയായിട്ട് അടക്കി ഒതുക്കി വെച്ചിരിക്കുകയാണ്. അകത്തേക്ക് കയറിയപ്പോൾ വിഷ്ണുവിൻ്റെ നോട്ടം പൂജാമുറിയിലേക്ക് പോയി. അവിടെ പൂജാമുറിയിലെ വിഗ്രഹത്തിനടുത്ത് ചെറിയൊരു ഉരുളിയിൽ മഞ്ചാടി ഇരിക്കുന്നുണ്ട്. വാടിയതാണെങ്കിലും അന്ന് അവൻ നൽകിയ താമരപ്പൂവും അവിടെ ഇരിക്കുന്നുണ്ട്. അത് കണ്ടതും വിഷ്ണു ഒന്ന് പുഞ്ചിരിച്ചു. ചുറ്റും ഒന്ന് കണ്ണുകൾ കൊണ്ട് പരതി നോക്കിയപ്പോൾ കണ്ടു അവളുടെ പിറന്നാൾ ദിവസം ആരും അറിയാതെ വീടിൻ്റെ ഉമ്മറത്ത് കൊണ്ടുവന്നു വെച്ച ചെറിയൊരു നൃത്തം ചെയ്യുന്ന സ്ത്രീയുടെ സ്റ്റാച്യു. വിഷ്ണു എങ്ങോട്ടോ നോക്കി നിൽക്കുന്നത് കണ്ടതും അതേ ഇടത്തേക്ക് വൈശാലിയുടെ കണ്ണുകളും എത്തി. വളഞ്ഞു മൂക്ക് പിടിക്കുക എന്നത് പിന്നെ പണ്ടേ ശീലമാണല്ലോ. വൈശാലി അവനെ ഒന്ന് കുത്തി പറഞ്ഞു. വിഷ്ണു അതിനൊന്ന് ചിരിച്ചു കാണിച്ചു. വൈശാലി അടുക്കളയിലേക്ക് പോയി അവിടെ വൃത്തിയാക്കി. ശേഷം പുറത്തേക്കിറങ്ങി മുറ്റം ഒന്ന് തൂത്തുവാരി. വിഷ്ണു ആ സമയം കൊണ്ട് വീട് മുഴുവൻ അടിച്ചുവാരി. ബെഡ്റൂമിൽ കയറി അവിടെ കിടന്നിരുന്ന ഡ്രസ്സൊക്കെ എടുത്തു വെച്ച് അവിടെയൊക്കെ വൃത്തിയാക്കി നിൽക്കുകയാണ് വൈശാലി. വിഷ്ണു എന്തൊക്കെയോ ചെയ്തു നിൽക്കുന്നത് കണ്ടാണ് അവൾ മുറിയിലേക്ക് വന്നത്. തിരിഞ്ഞു നിൽക്കുന്ന അവളുടെ പിന്നിലൂടെ അവൻ പുണർന്നു. പ്രതീക്ഷിച്ചിരുന്നു, അതുകൊണ്ട് അവൾ അവനിലേക്ക് ചേർന്ന് നിന്നു. ഈ മുറി എനിക്ക് വല്ലാത്ത സ്പെഷ്യലാണ് വൈശു. ചെവിക്കരികിൽ അവൻ്റെ പതിഞ്ഞ ശബ്ദം. വൈശാലി ഒന്നാകെ ഒന്ന് കുളിർന്നു പോയി. അവൻ്റെ ശബ്ദം, അവൻ്റെ ശരീരത്തിൽ നിന്നും തന്നിലേക്ക് പകർന്നു വരുന്ന ചൂട്, എല്ലാം കൊണ്ടും വൈശാലി ആകെ വിവശയായി. ഈ മുറി എനിക്ക് സ്പെഷ്യലായത് എന്താണെന്നറിയുമോ? അവൻ്റെ ചുണ്ടുകൾ അവളുടെ കവിളിലും കഴുത്തിലുമെല്ലാം തൊട്ടുരുമി. വിഷ്ണു. അവൻ അവളുടെ കഴുത്തിന് പിന്നിലായി ചുണ്ടുകൾ അമർത്തി വെച്ചു. നമ്മുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ദിവസം ഓർക്കുന്നുണ്ടോ നീ? അവൻ്റെ കൈകൾ അവളിൽ കുസൃതിയോടെ ചലിച്ചു തുടങ്ങി. വിഷ്ണു, വേണ്ട, പറയണ്ട. അവൾ അവന് നേരെ തിരിഞ്ഞു നിന്ന് അവൻ്റെ ചുണ്ടുകൾക്ക് മേലെ കൈവച്ചു. അവളുടെ ശബ്ദത്തിൽ പോലും പതർച്ച നിറഞ്ഞു, കിതപ്പ് നിറഞ്ഞു. അവനെ നോക്കി നിന്ന അവളുടെ കണ്ണുകളിലെ പിടപ്പ് ആസ്വദിക്കുന്ന തിരക്കിലായിരുന്നു വിഷ്ണു അപ്പോൾ. എന്തിനാ ഇങ്ങനെ പിടയ്ക്കുന്നത്? ഞാൻ പാവമല്ലേ, നിഷ്കളങ്കൻ. അവൻ്റെ ശബ്ദത്തിൽ കുസൃതിയാണെങ്കിലും വല്ലാത്തൊരു വശ്യത കലർന്നതുപോലെ. വൈശാലി ഒന്നും മിണ്ടാനാവാത്തതുപോലെ നിന്നുപോയി. എന്നാലും അവളുടെ ഉള്ളിൽ അവൻ്റെ അടുത്ത നീക്കം എന്താവും എന്ന ചിന്തയായിരുന്നു. വിഷ്ണുവിൻ്റെ നോട്ടം നേരെ മതിലിലെ ചുവരിലേക്ക് പോയി. സമയം 6 മണിയായിട്ടുണ്ട്. സമയമുണ്ട്. വിഷ്ണു അവളുടെ ചുണ്ടിലൂടെ ഒന്ന് വിരല് ചലിപ്പിച്ചു. വൈശാലി അവനിലേക്ക് ചേർന്ന് നിന്നു. അവൻ്റെ ഓരോ നീക്കവും അവൾ ശ്രദ്ധിച്ചു നോക്കി.
വിഷ്ണു അവളെ നോക്കി പുരികമുയർത്തി. അവൾ അവനെ ചെറുപുഞ്ചിരിയോടെ നോക്കി നിന്നതല്ലാതെ തിരിച്ചൊന്നും പറഞ്ഞില്ല. അടുത്ത നിമിഷം വൈശാലി അവന്റെ കാൽപാദത്തിന് മുകളിലേക്ക് കയറി നിന്ന് അവന്റെ കഴുത്തിലൂടെ കൈ ചുറ്റിപ്പിടിച്ചു. അവൾ വീഴാതിരിക്കാൻ അവൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവളെ താങ്ങി നിർത്തി. എന്താണ് വൈശാലി ടീച്ചറെ? രണ്ട് മുഖങ്ങളും അത്രയും അടുത്തു നിൽക്കുകയാണ്. അവന്റെ നിശ്വാസം അവളുടെ മുഖത്ത് വന്ന് തട്ടിത്തെറിച്ചു. അവൾ വീണ്ടും അവനിലേക്കൊന്ന് ചേർന്ന് നിന്നു. അവളുടെ മാറ് അവന്റെ നെഞ്ചിൽ വന്നമർന്നു. ഇത്ര നേരം കുസൃതിയോടെ നിന്നിരുന്ന വിഷ്ണുവിന്റെ മുഖഭാവം ആ ഒരു കാര്യത്തിൽ ആകെ മാറിപ്പോയി. അവളുടെ കവിളിലേക്ക് കൈ ചേർത്ത് വെച്ച് അടുത്ത നിമിഷം അവൻ അവളുടെ ചുണ്ടുകൾ അപ്പാടെ നുണഞ്ഞെടുത്തിരുന്നു. വൈശാലി ആകെ കോരിത്തരിച്ചു പോയി. ഒട്ടൊരു നിമിഷത്തെ പകപ്പിന് ശേഷം അവളും അവനെ തിരികെ ചുംബിച്ചു. ആഞ്ഞു പുണർന്നു. അവളുടെ കൈകൾ അവന്റെ ഷർട്ടിൽ ചുളിവുകൾ വീഴ്ത്തി. ചുംബനത്തിനിടയിൽ വിഷ്ണു അവളുമായി കട്ടിലിനരികിലേക്ക് നടന്നു. അവളുടെ കാലുകൾ വിഷ്ണുവിന്റെ കാൽപാദത്തിന് മുകളിലാണ്. അവൻ പക്ഷേ നടക്കുന്നതിനിടയിൽ ബാലൻസ് തെറ്റി കട്ടിലിലേക്ക് വീണുപോയി. വൈശാലിയുടെ ദേഹത്തേക്ക് വിഷ്ണു അമർന്നുപോയി. പഞ്ഞി പോലെയുള്ള മെത്തയിലേക്ക് അമർന്നത് പോലെയാണ് വിഷ്ണുവിന് അന്നേരം തോന്നിയത്. ആകെ ഒരു കുളിര് പോലെ. ചുംബനം അവസാനിപ്പിച്ച് അവന്റെ ചുണ്ടുകൾ അവളിൽ പുതിയ സഞ്ചാരപാത തീർത്തു. കഴുത്തിലും മാറിലും വയറിലുമൊക്കെ അവൻ അവന്റെ ചുംബനമുദ്ര ചാർത്തി. അവളുടെ ഉടയാടകൾ ഓരോന്നായി അവന്റെ കൈകളാൽ അഴിഞ്ഞു വീണു. അവളുടെ മാറുകൾ അവന്റെ കൈകളാൽ തലോടിയും നോവിച്ചും ചുവന്നു. ചുണ്ടുകൾ അവയ്ക്ക് മരുന്നായി. അവളിലെ അവസാന മറയും നീക്കി അവൻ അവളുടെ മുകളിലേക്ക് വന്ന് അവളിലേക്ക് അമർന്നു. വേദനയോടെ ഒരു ശബ്ദം അവളിൽ നിന്നുയർന്നു. അതേ നിമിഷം അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളുമായി കോർത്തെടുത്തു. പതിയെ അവളിലെ വേദന നിലച്ചു. ശീൽക്കാരങ്ങളും കുറുകലുകളും ഉയർന്നു. ഒടുവിൽ അവൻ അവളിൽ നിന്ന് കിതപ്പോടെ പിൻവാങ്ങി. അവളെ വലിച്ച് തന്റെ ദേഹത്തേക്ക് കയറ്റി കിടത്തി. അപ്പോഴും വൈശാലി കിതപ്പടക്കുകയായിരുന്നു. ദേഹമാകെ ചുവന്നുപോയി. മുഖം അതിനേക്കാൾ ഇരട്ടി ചുവന്നു. വിഷ്ണുവിന്റെ മുഖവും മോശമല്ല, അങ്ങനെ തന്നെ നല്ല രീതിയിൽ ചുവന്നിരിക്കുകയാണ്. വൈശു, അവൻ അവളുടെ മുടിയിലൂടെ ഒന്ന് തലോടിക്കൊണ്ട് വിളിച്ചു. വിഷ്ണു അരികിലായി കിടന്നിരുന്ന പുതപ്പെടുത്ത് രണ്ട് നഗ്ന ശരീരങ്ങളും മൂടി. വൈശാലി ആലസ്യത്തോടെ ഒന്ന് മൂളി. നാണമില്ലല്ലോ. വിഷ്ണുവിന്റെ കൈകൾ അവളുടെ ഇടുപ്പിലായി ഒന്ന് തഴുകി കടന്നുപോയി. വൈശാലി ഒന്ന് കുളിർന്നുപോയി. ദേഹത്താകെ ഒരു തരിപ്പ് പോലെ. മുഖമുയർത്തി അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. അയ്യേ, എങ്ങനെയാ കിടക്കുന്നേ നോക്ക്. വിഷ്ണു അവളെ കളിയാക്കി. ചുവന്നുപോയ മുഖമുയർത്തി നോക്കാൻ പോലും അവൾക്കായില്ല. അവന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വേദനിക്കാത്ത രീതിയിൽ അവൾ അവിടെ ഒന്ന് കടിച്ചു. ഇനിയും എന്നെ പ്രലോഭിപ്പിക്കരുത്. ഒന്നും കഴിഞ്ഞു, രണ്ടും കഴിഞ്ഞു. ഇന്നിനി എനിക്ക് സ്റ്റാമിനയുണ്ട്. എൻ്റെ കൊച്ചിന് ചിലപ്പോൾ അതുണ്ടാവില്ല കേട്ടോ. വിഷ്ണുവിൻ്റെ കുറുമ്പ് നിറഞ്ഞ ശബ്ദം. അയ്യേ, മിണ്ടാതിരിക്കും വിഷ്ണു, വൈശാലി ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. വിഷ്ണു അവളുടെ മൂർധാവിൽ ഒന്ന് ചുണ്ടമർത്തി. എന്താ അല്ലേ, എല്ലാം എനിക്കൊരു സ്വപ്നം പോലെ തോന്നുന്നു. വിഷ്ണു ഏതോ ഓർമ്മയിൽ എന്ന പോലെ പറഞ്ഞു. അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ ചേർന്ന് കിടന്ന് വൈശാലി അവനെ ഒന്ന് നോക്കി. എനിക്കും സ്വപ്നം പോലെ തോന്നുന്നു. വൈശാലിയുടെ ശബ്ദവും ആർദ്രമായി. നിന്നെ വിവാഹം കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതിയതല്ല. അതാദ്യം നടന്നു. ഇങ്ങനെയൊരു കാര്യം ഇത്ര വേഗം ഉണ്ടാവുമെന്ന് ഒട്ടും ചിന്തിച്ചില്ല. പ്രതീക്ഷിക്കാത്ത സമയത്ത് അതും നടന്നു. വിഷ്ണു ആദ്യം ഗൗരവത്തോടെയും ഒടുക്കം കുസൃതി കലർത്തിയും അവളോട് പറഞ്ഞു നിർത്തി. വൈശാലി അവൻ പറയുന്നതെല്ലാം പുഞ്ചിരിയോടെ കേട്ടിരുന്നു. ശാന്തമായി ഒഴുകുന്ന പുഴ പോലെ രണ്ടുപേര്, ഇണങ്ങിയും പിണങ്ങിയും അങ്ങനെ അങ്ങനെ. ഈ നിമിഷം ഒരിക്കലും തീരാതിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു പോയിരുന്നു ഇരുവരും. ഒരിക്കലും വറ്റാത്ത പ്രണയമഴയിൽ മുങ്ങി നിവർന്നു. മധുവിധുവിൻ്റെ ആദ്യ നാളുകൾ എല്ലാവരെ പോലെയും വിഷ്ണുവും വൈശാലിയും ഒരുപോലെ ആഘോഷമാക്കി. പ്രണയിച്ചും കാമിച്ചും പരസ്പരം സ്നേഹം പങ്കുവച്ചും രണ്ടുപേരും ഒരുപോലെ പ്രണയിച്ചു. 2 ആഴ്ചയ്ക്ക് ശേഷം രണ്ടുപേരും തിരികെ ജോലിക്ക് കയറി. അപ്പോഴേക്കും ആകെയുണ്ടായിരുന്ന 1-2 വിരുന്നൊക്കെ കഴിഞ്ഞിരുന്നു. 2 ആഴ്ച കൊണ്ട് വൈശാലി ആകെ മാറിപ്പോയിരുന്നു എന്നായിരുന്നു കോളേജിൽ എല്ലാവരും കണ്ടപ്പോൾ ഉണ്ടായ സംസാരം. മുഖത്താകെ വല്ലാത്ത തിളക്കം പോലെ. ആരും അത് നേരിട്ട് അവളോട് പറഞ്ഞില്ലെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും പലരും അത് പറയുന്നത് വൈശാലി ശ്രദ്ധിച്ചിരുന്നു. ആരും പറഞ്ഞില്ലെങ്കിലും അത് തനിക്ക് തന്നെ മനസ്സിലായ കാര്യമാണ്. വിഷ്ണു തന്നെ അത് പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ തന്നെ കാണാൻ വല്ലാത്തൊരു ഭംഗിയാണെന്ന്. 2 പേരുടെ ജീവിതവും സാധാരണ പോലെ പോയി. നേരത്തെ 2 പേരും 2 വീട്ടിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ 2 പേരും ഒരുമിച്ചാണ് പോക്കും വരവും. സന്തോഷം മാത്രം നിറഞ്ഞു നിന്ന നിമിഷങ്ങൾ. ഒരിക്കലും തീർന്നു പോകരുത് എന്നാഗ്രഹിച്ച ദിവസങ്ങളായിരുന്നു അവർക്കത്. വിവാഹം കഴിഞ്ഞ് 1 മാസമായി. വിഷ്ണു അവൻ്റെ ജീവിതം മുഴുവൻ വൈശാലിക്ക് മുന്നിൽ തുറന്നു കാട്ടിയതാണ്. എന്നാൽ വൈശാലി ഇത്ര നാളായിട്ടും അവനോട് അവളുടെ മനസ്സിലുള്ളതൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. ആ ഒരു കരട് വൈശാലിയുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അത് അവൾക്ക് എങ്ങനെ പറയണമെന്നോ എന്താണ് പറയേണ്ടതെന്നോ അറിയില്ലായിരുന്നു. വിഷ്ണു ഇതുവരെ അതൊന്നും അവളോട് ചോദിച്ച് അവളെ ബുദ്ധിമുട്ടിച്ചിട്ടുമില്ല. അതുപോലെ തന്നെ ഇന്ന് വരെ അതറിയാനുള്ള ആഗ്രഹമൊന്നും വിഷ്ണുവായിട്ട് പ്രകടിപ്പിച്ചിട്ടുമില്ല. പക്ഷേ കുറച്ച് ദിവസമായിട്ട് വൈശാലിക്ക് വിഷ്ണുവിനോട് ഈ കാര്യങ്ങളെല്ലാം പറയണമെന്നൊരു തോന്നലുണ്ട്. മനസ്സിൽ അവനോട് പറഞ്ഞാൽ അവൻ എന്ത് കരുതും, അല്ലെങ്കിൽ അവൻ തന്നെ ഉപേക്ഷിക്കുമോ എന്നുള്ള ചിന്തകളൊക്കെ വൈശാലിയിൽ നിന്നും പണ്ടേ മാഞ്ഞു പോയതാണ്. എങ്കിലും പറയാനുള്ള കാര്യങ്ങൾ ഓർക്കുമ്പോൾ തന്നെ അവളുടെ തലയ്ക്കകത്ത് ഒരു പെരുപ്പ് പോലെ. എങ്കിലും ഇനിയും ഇതെല്ലാം വിഷ്ണുവിനോട് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലെന്ന് മനസ്സിലിരുന്ന് ആരോ പറയും പോലെ തോന്നി വൈശാലിക്ക്.
അല്ലെങ്കിൽ ഇനി ഒരു നാൾ മറ്റാരെങ്കിലും നിന്ന് അവൻ അറിയുന്നതിലും നല്ലത് ഇത് തന്നെയാണ്. മനസ്സിലെല്ലാം പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ചുവെങ്കിലും എന്തോ ഒരു ഭയം അവളിലുണ്ടായിരുന്നു. എപ്പോഴും ഉള്ളതുപോലെ തന്നെ. എത്രയൊക്കെ മാറിയെന്ന് പറഞ്ഞാലും പഴയതൊന്നും മനസ്സിൽ നിന്നും പിഴുതു മാറ്റാൻ കഴിയില്ല. ഇപ്പോഴായാലും എപ്പോഴായാലും തൻ്റെ ഭൂതകാലം എപ്പോഴും വൈശാലിക്ക് ഭയമുള്ളത് തന്നെയാണ്. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.